ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തെല്ലാം എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ട് നല്ല മഴ ആയില്ലേ? നിങ്ങൾക്കെല്ലാവർക്കും നല്ല മഴ കിട്ടിയോ? ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. പരിപാടി എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആരുമില്ല കേട്ടോ, ഞങ്ങൾ മാത്രമാണ്. ഇന്ന് അനീഫ്ഖാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. പക്ഷേ അനീഫ്ഖാക്ക് ഓർമ്മ ഉണ്ടാവില്ല. അധികം ഞങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴോ അങ്ങനെയൊക്കെ ആയിട്ട് ഓർമ്മ ആവുള്ളൂ. പിന്നെ വലിയ പരിപാടിയാക്കിയൊന്നും കഴിക്കാറില്ല. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കും, അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കും. വേറെ ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ വേറെ പുറത്തുനിന്ന് ആരും ഉണ്ടാവില്ല, ഞാനും മക്കളും അനീഫ്ഖായും മാത്രം കേട്ടോ. അങ്ങനെ ഉണ്ടാവാറ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. വേറെ പായസമൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, മധുരമായിട്ട് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്, എന്നാൽ നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ക്രീം ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും 2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും, കോൺഫ്ലവറൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് നല്ല തീ കുറച്ച് വെക്കണം. അതുപോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. അങ്ങനെ കുറച്ചൊന്ന് ടൈറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് ബബിൾസ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ. ബട്ടർ നിർബന്ധമില്ല, ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ക്രീമിന്. ഇനിയിപ്പം ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ബട്ടർ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ക്രീം അവിടെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യമുള്ളത്. ബ്രെഡ് ഇതുപോലെ ആദ്യം നിങ്ങളുടെ പുഡിംഗ് ട്രേക്ക് അനുസരിച്ച് എടുക്കുക കേട്ടോ എണ്ണം. അപ്പോൾ എൻ്റെത് അത്യാവശ്യം വലിയൊരു ട്രേ ആണ്. ഞാൻ ആദ്യം 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അരികോശമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച ക്രീമില്ലേ, അത് ഒരു ബ്രെഡിൽ ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ പുഡിങ്ങിൻ്റെ ഇടയിൽ ഈ ക്രീം കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്കിത് പുഡിങ് അല്ലാതെ ബ്രെഡിൽ ഇതുപോലെ വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വെറുതെ മക്കൾക്കൊക്കെ ഇതുപോലെ ഈ ക്രീം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മക്കൾക്കും നല്ലൊരു ഇഷ്ടമാകുന്ന ഒരു ക്രീമാണ്. അത് ഞാൻ അത്യാവശ്യം നല്ലോണം ബ്രെഡിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ബ്രെഡിലും ആക്കിയതിന് ശേഷം മറ്റേ ബ്രെഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഞാനിനി വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് അതുപോലെ തിരിച്ചു. അപ്പോഴാണ് ഇത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇനി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറിലൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി എത്ര ബ്രെഡാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണേ. അങ്ങനെ ഞാൻ ഈ ട്രേയിലേക്ക് ആവശ്യമുള്ള ബ്രെഡൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ലെയറും കൂടെ ഉണ്ടാക്കണം. അതിനായിട്ട് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ലെയറായിട്ടൊന്നും ഉണ്ടാവില്ല, നമുക്കതിൻ്റെ മേൽഭാഗത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ക്രീം അത്രയാണ് കേട്ടോ. അപ്പം 1/2 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരത്തിൽ വ്യത്യാസം വരുത്താം കേട്ടോ. കാരണം അധികം മധുരം വേണ്ട എന്നുള്ളവരാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതൊരു കറക്റ്റ് അളവായിരുന്നു കേട്ടോ എനിക്ക് മധുരം തോന്നിയത്, കാരണം ഒന്ന് തണുക്കും കൂടെ ചെയ്യുമ്പോൾ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഏകദേശം 4 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കുക, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ പാൽപ്പൊടി ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മധുരം വേറെ പഞ്ചസാര ചേർക്കണ്ട, മിൽക്ക് മെയ്ഡിന് മധുരം മതിയാവും. അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അങ്ങനെ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് പാലിലേക്ക് ഏകദേശം ഒരു 3 ടീസ്പൂൺ പാലെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കട്ടിയില്ലാതെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ കൈയെടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. പിന്നെ ഇത് ഒരുപാട് ടൈറ്റായിട്ടുള്ള ക്രീമായിട്ട് വരില്ല, ഒരു ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറുകയുള്ളൂ. ഇത്രയും മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ബദാം പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കുക. ഇനി ഇത് ഈ ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണേ.
ബ്രെഡിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുക. അങ്ങനെ ഞാൻ നമ്മുടെ ബാറ്റർ മുഴുവനായിട്ടും ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ പിസ്ത അതുപോലെ അല്ലെങ്കിൽ കാഷ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെച്ച് കൊടുത്താൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ നട്ട്സൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ. അങ്ങനെ ഞാൻ കാഷ്യും വെച്ച് കൊടുക്കുന്നുണ്ട്, പിസ്തയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ച് ചുറ്റിയിട്ട് വേണം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാൻ. അതുപോലെ തന്നെ തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിംഗ് റാപ്പ് എന്തായാലും ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മേൽഭാഗം ഡ്രൈ ആയി പോവും. അത് മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ പുഡിങ്ങൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. കാരണം ഉച്ചയ്ക്ക് അരീഫ്ക്ക വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ രാത്രി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ മഗ്‌രിബൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ അരി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 20 മിനിറ്റ്. അതിനുശേഷം ഇനി നമുക്ക് വെള്ളം വാർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പിൻ്റെ പാകമൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഉപ്പ് വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴേ നമുക്ക് റൈസിൽ കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് അളവായിരുന്നതാണ്. നന്നായിട്ട് തിളച്ചിങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. വേവ് നോക്കണം, ഒരുപാട് വെന്ത് ഉടഞ്ഞ് പോകരുത്. ഇതെനിക്ക് കറക്റ്റ് ഒരു വേവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് വെള്ളം വാർത്ത് വയ്ക്കാം. വെള്ളം വാർത്ത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണേ വെള്ളം വാർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റൈസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെയ്യിലാണ് കേട്ടോ വെജിറ്റബിൾസും അതേപോലെ തന്നെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ചിക്കന് കുരുമുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മസാല പുരട്ടി വെച്ചതായിരുന്നു. അത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ സമയം തന്നെ ഞാൻ ക്യാരറ്റ് ക്യാപ്സിക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 കിലോ അരി വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം ക്യാരറ്റും അതുപോലെ തന്നെ 2 വലിയ ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് തന്നെ നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരുപാട് സമയം ഇട്ടിട്ട് വേവിക്കണ്ടേ. പിന്നെ ഇതിലേക്ക് ഞാൻ 4 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, 2 ബോക്സിൽ 4 ക്യൂബല്ലേ ഉണ്ടാവുക, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുള്ളൂ. പിന്നെ ആ മാഗി ക്യൂബിൻ്റെ ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കില്ല. ഇനി നമ്മുടെ ക്യാപ്സിക്കം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒന്നും ചേർത്താൽ പിന്നെ ഒരുപാട് സമയം ഇട്ടിട്ട് വഴറ്റണ്ടേ. ഞാൻ ഏകദേശം 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടി ചേർത്തിട്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒന്ന് പച്ചമണം മാറിയാൽ നമുക്ക് ഇനി കൂടുതലിട്ട് വഴറ്റണ്ട. നേരത്തെ വെള്ളം വാർത്ത് വെച്ച റൈസില്ലേ അതിലേക്ക് മിക്സാക്കി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ സമയം ഞാൻ ഏകദേശം ഒരു 5 മുട്ട ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് ചിക്കി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലും കുരുമുളക് പൊടിയും ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ മുട്ടയിൽ. എന്നിട്ട് നെയ്യിലാണ് കേട്ടോ അതും ഞാൻ റെഡിയാക്കി എടുക്കുക. ഇനി ഈ മസാലയിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇനി നമുക്ക് മസാലകളൊക്കെ റെഡി ആയതിന് ശേഷം വേണം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ വേണമല്ലോ. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല പുരട്ടി വെക്കുകയാണ്. ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ എരിവുണ്ടാവില്ല, എന്നാൽ നല്ല കളറും ഉണ്ടാവും. അതാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് കേട്ടോ, വറുത്ത് പൊടിച്ചത്. അതെന്തായാലും ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചിക്കന്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി. ഇനി നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കണം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും അതുപോലെ തന്നെ ഒരു 1-2 ടീസ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. തൈരിൻ്റെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 പൊടികളും കൂടെ ചേർക്കുന്നുണ്ട്.
എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവർ പൊടിയും അതുപോലെ തന്നെ കടലമാവും കേട്ടോ ഞാൻ ചേർക്കുന്നത്. കടലപ്പൊടി ഇല്ലേ, അതുമാണ് ഞാൻ ചേർക്കുന്നത്. രണ്ടും ഒരേ അളവിൽ ചേർത്ത് കൊടുക്കുക. ഏകദേശം 3 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടിയും അതുപോലെ തന്നെ 3 ടീസ്പൂൺ കടലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ കടലപ്പൊടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഞാൻ മാവൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണമെന്നില്ല. ആദ്യം മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചിട്ട് അതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, ഈ കടലപ്പൊടിയൊക്കെ. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നില്ല. ഒരു 10-15 മിനിറ്റ് കേട്ടോ, അത്രയും തന്നെ വെക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല പുരട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് റൈസ് ഇട്ടിട്ട് സാവധാനം മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ മസാല റൈസിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം സാവധാനം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. കുത്തിയിട്ട് ഇളക്കരുത്, അപ്പോൾ എന്താ പറയുക, അരി പൊട്ടിപ്പോവും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. ടേസ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്ക് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. സാവധാനം ഇതുപോലെ ഇങ്ങനെ തട്ടി മിക്സ് ആക്കിയാൽ മതിയാവേ. ഇനിയിപ്പോൾ നമ്മുടെ ചില്ലി ചിക്കനും കൂടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഇരുമ്പിൻ്റെതോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെതോ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മസാല അടിയിൽ പിടിക്കും. എന്നിട്ട് നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു പോകും കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുക. നല്ല ചൂടായ ഓയിലിലേക്ക് ഇടുക. അതുപോലെ തന്നെ ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് ഒന്ന് കുറച്ച് വെക്കുകയും ചെയ്യാം. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്നും മാറ്റി കൊടുക്കാം. നല്ല ഞെരിവുണ്ടാവും കേട്ടോ, നല്ല ഞെരിഞ്ഞ് കിട്ടും. നമുക്ക് ഇതേപോലെ ചിക്കൻ 65 ചെയ്തെടുക്കാം. ഈ ഒരു മസാല വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കരിവേപ്പിനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നല്ല അടിപൊളി ചിക്കൻ 65 കിട്ടും കേട്ടോ. ഇതേ മസാല തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും ചിക്കനിൽ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ 2-3 ബാച്ചായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 8 അല്ലിയോളം വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഒരു 2-3 സവാള ഇതുപോലെ ഒന്ന് ക്യൂബാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ക്യാപ്സിക്കും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ചെറിയ 2 ക്യാപ്സിക്കാണ് എടുത്തത്. ചെറിയ ക്യാപ്സിക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പം എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു മാത്രം. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് സോസൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ചില്ലി സോസും സോയ സോസും ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സോയാ സോസ്. അതേപോലെ എരിവിനനുസരിച്ച് വേണം ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം മുളക് പൊടിക്ക് അനുസരിച്ച് ചില്ലി സോസ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ സോസൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് സോസ് വെന്ത് കിട്ടണം. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം തീ നന്നായിട്ട് കുറച്ച് വെക്കണേ. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ പിന്നെ തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. അതുവരെ നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ, സവാളയും അതുപോലെ ക്യാപ്സിക്കൊക്കെ. എന്നിട്ട് പിന്നെ ഒന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പിന്നെ മസാലപ്പൊടികളും സോസൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. എന്നിട്ട് ഞാനിതാ കുറച്ച് കോൺഫ്ലവർ പൊടി കലക്കിയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതി കേട്ടോ, ഏകദേശം 1 ടീസ്പൂണോളം കോൺഫ്ലവർ കലക്കിയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരും, പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഈ സമയം ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ നമ്മൾക്ക് ഞാനിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് ഇട്ടത്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഫ്രൈഡ് റൈസ് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നെയ്യിൽ മസാലകളൊക്കെ വഴറ്റിയതിന് ശേഷം പിന്നെ റൈസ് ഇട്ടിട്ട് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ
ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്താ പറയുക, ഈ സോസും മസാലയും ചിക്കനും ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണം, നന്നായിട്ട് യോജിച്ച് കിട്ടണം കേട്ടോ. അതുകൊണ്ട് തന്നെ സാവധാനം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ ഞാനിതിലേക്ക് തേച്ച് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാണാനൊരു ഭംഗിയും നല്ലതൊക്കെയാണ്. ഞാൻ കുറച്ച് വെള്ള എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിതാ അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഇനിയിപ്പം എള്ളും കൂടെ ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ചപ്പ് ഉണ്ടെങ്കിൽ ഈ സമയം ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ചപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ചേർക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവ് തോന്നിയപ്പോൾ കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്. നിങ്ങൾക്ക് ഇത് ഒരു തിക്നെസ് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതല്ല ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർക്കും വേണ്ടേ. എനിക്ക് കുറച്ചൊരു എന്താ പറയുക മസാല വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് അനീഫ്ത വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10 മണിയൊക്കെ ആയപ്പോഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് പിന്നെ കുളിക്കാനൊക്കെ പോയപ്പോൾ ഞാൻ ഒക്കെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ഒക്കെ വിളമ്പി കൊടുത്തു. ഇതൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു വിരുന്നുകാരും കൂടെ വന്നു. വിരുന്നുകാരെന്നല്ല കേട്ടോ, എൻ്റെ ആങ്ങളെയും നാത്തൂനും മക്കളൊക്കെ കൂടെ. അവരിവിടെ മാവൂരേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ എന്നാൽ ഇവിടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അവർ പരിപാടിയൊന്നും അറിഞ്ഞിട്ട് വന്നതല്ല. ഇതാ അങ്ങനെ മക്കൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഒരു ഷർട്ട് ഇതൊക്കെ വാങ്ങിച്ചതായിരുന്നു. അതൊക്കെ ഷിനു അച്ചൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഇതാ അവർ മാവൂരിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരികയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് ഇരുത്തി കുറച്ചൊന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ആങ്ങളുടെ മക്കൾക്ക് ഇവിടെ എത്തിയാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അച്ചുവിന് ഷിനുവിനെയൊക്കെ കണ്ടാൽ അവർക്ക് കളിക്കാൻ, അച്ചുവിന് കളിക്കാൻ അന്നും അതുപോലെ തന്നെ ആങ്ങളുടെ ചെറിയ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷിനുവിനെ. അവളിങ്ങനെ എടുത്തുകൊണ്ട് നടന്നിട്ട് അപ്പോൾ അവരൊക്കെ കണ്ട ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് അവർ പോയി. ഇതാണ് കേട്ടോ മക്കൾ വാങ്ങിച്ചു കൊടുത്ത ഷർട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ്. ഇനിയിപ്പം അളവൊക്കെ ഒന്ന് ഇട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.